നമ്മുടെ പഴയ കർമ്മാകണക്കുകളെല്ലാം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് സാഹചര്യങ്ങളുടെ രൂപത്തിലാണ് വരാറുണ്ടോ? ഒരു നിമിഷം നിങ്ങളുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ബോൾ നമ്മുടെ കർമ്മങ്ങളാണെന്ന കാര്യം ദിവസം മുഴുവനും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇതിലേതെല്ലാമാണ് എൻ്റെ പഴയ കർമ്മാകണക്കുകളായി എൻ്റെ മുന്നിലേക്ക് വരുന്നതെന്നും നോക്കണം. ഇനി ബോളിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഓരോ ചിന്തകളും, ഓരോ വാക്കും, ഓരോ പെരുമാറ്റവും നമ്മുടെ കർമ്മങ്ങളാണ്. നന്നായി ആലോചിച്ച് ഇനി ഈ ബോളിനെ മുന്നോട്ട് എറിയണം, അഥവാ ഈ ലോകത്തിലേക്ക് എറിയണം. ഉദാഹരണത്തിന്, മുന്നിൽ കാണുന്ന ഈ ചുമരിലേക്ക് എറിയുക. കർമ്മ ഓൾവേസ് ഗോസ് ഫോർവേഡ്. കർമ്മങ്ങൾ ഒരിക്കലും പിന്നിലേക്കല്ല പോകാറുള്ളത്. കർമ്മങ്ങൾ എപ്പോഴും മുന്നിലേക്കാണ് പോകുന്നത്. കർമ്മം എന്നാൽ വാക്കും പെരുമാറ്റവും മാത്രമല്ല. നമ്മുടെ ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ പെരുമാറ്റവും നമ്മുടെ കർമ്മങ്ങളാണ്. ഇത് നന്നായി ഓർമ്മ വയ്ക്കണം. താങ്കൾ വളരെ നല്ല ആളാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതുക. എന്നാൽ ഇദ്ദേഹം എത്ര മോശമായ ആളാണ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കർമ്മം ഏത് കണക്കിലാണ് ഉൾപ്പെടുക? എൻ്റെ കർമ്മം ഏത് കണക്കിൽ പെടും? വാക്കുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ അതേസമയം നമ്മൾ ഒരുപാട് ചിന്തിക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ 2 വാക്ക് സ്നേഹത്തോടെ പറയുകയും 10 വാക്ക് നെഗറ്റീവായി ചിന്തിക്കുകയും ചെയ്താൽ എൻ്റെ മോശമായ കർമ്മങ്ങളാണ് അപ്പോഴും കൂടുതലായി നിൽക്കുന്നത്. അതിനാലാണ് ചിന്ത, വാക്ക്, പെരുമാറ്റവും ഇവ 3ഉം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഈ ബോളിനെ നിങ്ങൾ പിടിക്കുക. മുന്നോട്ട് എറിയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണോ എറിയുന്നത്, എത്ര സ്പീഡിലാണോ എറിയുന്നത്, ബോൾ അത്രയും സ്പീഡിൽ വന്ന് ഈ ചുമരിൽ തട്ടി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തും. എറിയുന്ന ഓരോ ബോളും തിരികെ എത്തുക തന്നെ ചെയ്യും. ഓരോ കർമ്മങ്ങളുടെയും അനന്തരഫലങ്ങൾ നിങ്ങളിലേക്ക് തിരികെ എത്തും. ഓരോ കർമ്മങ്ങളുടെയും പരിണാമം നിങ്ങളിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും. കർമ്മത്തിൻ്റെ ഫലങ്ങൾ തിരികെ എത്തുന്നതിനെ തടുക്കാൻ പരമാത്മാവിന് പോലും കഴിയില്ല. ഭഗവാൻ ഭാഗ്യവിധാതാവാണ്. ഭാഗ്യവിധാതാവ് എന്നാൽ ഭാഗ്യം എഴുതുന്ന വിധിയെ പഠിപ്പിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. ഏത് കർമ്മം എങ്ങനെ ചെയ്യണമെന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ഭാഗ്യം എഴുതുന്നത് എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു തരിക. അല്ലാതെ ഭഗവാൻ വന്ന് നമ്മുടെ ബോൾ അഥവാ നമ്മുടെ കർമ്മത്തിൽ ഇടപെടുകയില്ല. കർമ്മം ചെയ്യുന്നത് ആരാണ്? ആത്മാവായ ഞാനാണ് കർമ്മം ചെയ്യുന്നത്. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും തിരികെ വരും. നമ്മൾ ചിന്തിക്കുകയും പറയുകയും പെരുമാറുകയും ചെയ്യുന്നവയാണ് നമ്മുടെ കർമ്മങ്ങൾ. ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ എൻ്റെ അരികിലേക്ക് പരിതസ്ഥിതികളുടെ രൂപത്തിലോ, ആളുകളുടെ പെരുമാറ്റങ്ങളുടെ രൂപത്തിലോ, ശരീരത്തിലെ അസുഖങ്ങളുടെ രൂപത്തിലോ, ജോലി, ബിസിനസ് എന്നിവയിലെ പ്രശ്നങ്ങളുടെ രൂപത്തിലോ വരാം. ബട്ട് ദി ബോൾ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. ഏത് വിധത്തിലായാലും കർമ്മങ്ങളുടെ ഫലങ്ങൾ തിരികെ വരിക തന്നെ ചെയ്യും. ഇനി ഒരു തവണ കൂടി നിങ്ങൾ സാങ്കല്പികമായി ഒരു ബോൾ ഈ ചുമരിലേക്ക് എറിയുക. ഒപ്പം അത് തിരികെ വരുന്നതും കാണുക. ഞാനൊരു ബോൾ എറിഞ്ഞു. ആ ബോൾ എൻ്റെ അടുത്തേക്ക് തിരികെ വന്നു. ബോൾ അഥവാ എൻ്റെ കർമ്മം അടുത്ത നിമിഷം തിരികെ വരാം. അടുത്ത വർഷം തിരികെ വരാം. 10 വർഷത്തിന് ശേഷം തിരികെ വരാം. 100 വർഷത്തിന് ശേഷവും തിരികെ വരാം. 100 വർഷത്തിന് ശേഷം ഈ ബോൾ എൻ്റെ അടുത്തേക്ക് തിരികെ എത്തുമ്പോൾ ആത്മാവായ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി തോന്നുക. ഈ ബോൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് എനിക്ക് തീരെ മനസ്സിലാവില്ല. ഇതെല്ലാം എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന ചിന്തയിലാണ് നമ്മുടെ പകുതിയിലധികവും എനർജി നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വേസ്റ്റ് ഓഫ് എനർജി. ഒരേ ഒരു സങ്കല്പം കൊണ്ട് മാത്രം നമുക്ക് അനാവശ്യമായ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയും. വേസ്റ്റ് തോട്ട്സിന് ഫുൾ സ്റ്റോപ്പ് ഇടും.
ഈ ബോൾ എൻ്റെ നേരെ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ മറുപടി പറയൂ. ക്ലിയറായി ഉറക്കെ പറയൂ. ഈ സിറ്റി മുഴുവനും കേൾക്കണം. എൻ്റെ അരികിലേക്ക് ഈ ബോൾ വരുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഞാനിത് മുൻപെപ്പോഴോ എറിഞ്ഞിട്ടുണ്ട്. മനസ്സിന് ഈ ഒരൊറ്റ വാചകം മറുപടിയായി നൽകൂ. വേസ്റ്റ് തോട്ട്സിനെ സമാപ്തമാക്കൂ. ഇനി എന്താണ് ചെയ്യേണ്ടത്? മുൻപ് എറിഞ്ഞു, അത് തിരികെയും വന്നു. ഇനി എന്ത് ചെയ്യണം? പാസ്റ്റിൽ എന്നാണ് ഞാൻ ഈ തെറ്റായ കാര്യം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. ഇത് ഞാൻ ചെയ്ത കർമ്മമാണ്. എന്നാൽ ഇപ്പോൾ അത് എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയുള്ള ബോളാണോ വന്നുകൊണ്ടിരുന്നത് അതുപോലെയുള്ള ഒരു പുതിയ ബോളാണ് ഞാൻ തിരിച്ചും എറിഞ്ഞുകൊണ്ടിരുന്നത്. അവർ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനും അതുപോലെ തന്നെ തിരിച്ച് ദേഷ്യപ്പെട്ടു. അവർ എന്നോട് മോശമായി സംസാരിച്ചു. ഞാനും മോശമായി സംസാരിച്ചു, അല്ലെങ്കിൽ കരഞ്ഞു. നെഗറ്റീവ് ബോളുകളാണ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ തിരിച്ചും എങ്ങനെയുള്ള ബോളുകളാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്? പറയൂ. ഞാൻ എങ്ങനെയുള്ള ബോളുകളാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്? നെഗറ്റീവ്. ജോലി ശരിയായി നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതേക്കുറിച്ച് ടെൻഷനായി. നെഗറ്റീവാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ നെഗറ്റീവ് തന്നെ തിരിച്ചും അയച്ചു. ശരീരത്തിന് അസുഖം വന്നു. ഞാൻ ആകെ വിഷമിച്ചു. നെഗറ്റീവാണ് വന്നത്. ഞാൻ തിരിച്ചും നെഗറ്റീവ് തന്നെ നൽകി. കാലാവസ്ഥ മോശമായിരുന്നു. ഞാൻ അതേക്കുറിച്ച് അസ്വസ്ഥയായി. നെഗറ്റീവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നെഗറ്റീവ് തന്നെ പ്രകൃതിക്ക് തിരിച്ച് നൽകി. കോവിഡ് വന്നു. ഞാൻ ഭയന്നു. നെഗറ്റീവാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ തിരിച്ചും അതിന് നെഗറ്റീവ് തന്നെ നൽകി. നെഗറ്റീവ് ബോൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് വന്നാൽ നമ്മുടെ അടുത്തേക്ക് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്തിനാണ് പോസിറ്റീവ് ബോൾ തിരിച്ചയക്കുന്നത്? നമ്മൾ എന്തിനാണ് പോസിറ്റീവ് തിരിച്ചയക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ക്ലിയർ ആക്കണം. നമ്മളിലേക്ക് വരുന്ന കർമ്മ കണക്കുകൾ നമ്മൾ മുൻപെപ്പോഴോ ചെയ്തവയാണ്. അതിനു മറുപടിയായി നമ്മൾ തിരികെ അയക്കുന്നവയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായി ഇരിക്കണം. നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ 3 കാലങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് എറിഞ്ഞ ബോളാണ് തിരികെ വരുന്നത്. ഇപ്പോൾ ഞാൻ എന്താണോ ചിന്തിക്കുകയും പറയുകയും പെരുമാറുകയും ചെയ്യുന്നത് അതെൻ്റെ പുതിയൊരു കർമ്മമാണ്. എൻ്റെ ഈ പുതിയ കർമ്മമാകുന്ന ബോൾ ഞാൻ എറിയുമ്പോൾ അതിൻ്റെ ഫലം എനിക്ക് ഭാവിയിൽ ലഭിക്കുന്നു. അത് എന്നിലേക്ക് തിരികെ വരുന്നു. So past is coming back, present is getting created and future is getting decided. എൻ്റെ ഭൂതകാലമാണ് എന്നിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അതിലൂടെ എൻ്റെ വർത്തമാനകാലം സൃഷ്ടിക്കപ്പെടുന്നു. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ എൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ 3ലും വെച്ച് ഏത് കാലമാണ് ഏറ്റവും ശക്തമായത്? കഴിഞ്ഞ കാലമാണോ പവർഫുൾ, അതോ ഇപ്പോഴത്തെ സമയമാണോ പവർഫുൾ? ഇപ്പോഴത്തെ സമയമാണ് പവർഫുൾ അല്ലേ? അതിനാലാണ് നമ്മുടെ മുന്നിലേക്ക് എന്തു തന്നെ വരികയാണെങ്കിലും നമുക്ക് അവയ്ക്കായി ആശീർവാദങ്ങൾ, അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ് മാത്രമാണ് നൽകേണ്ടത് എന്ന് പറയുന്നത്. ബ്ലെസ്സിങ്സ്, ബ്ലെസ്സിങ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്. നമ്മൾ ഇവിടെ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ തിരികെ നൽകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പഴയ ഭാരിച്ച കർമ്മ കണക്കുകളുടെ എനർജി ഇല്ലാതാകാൻ തുടങ്ങും. ജോലിയും ബിസിനസ്സും ഒന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ പോലും നമ്മൾ എന്താണ് പറയേണ്ടത്? സർവശക്തിവാനായ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഭഗവാന്റെ ശക്തികൾ എൻ്റെ ജോലിയിലും ബിസിനസ്സിലും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പഴയ കർമ്മ കണക്കുകളെല്ലാം സെറ്റിൽഡായി. വിജയം എനിക്ക് സുനിശ്ചിതമാണ്. ഒന്നും ശരിയായിട്ടല്ല നടക്കുന്നുണ്ടാവുക. എല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുകയാണ്. ഒന്നും നല്ലതായി നടക്കുന്നില്ല. ധാരാളം നെഗറ്റീവ് ബോൾസ് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇത്തവണ നമ്മൾ നെഗറ്റീവ് ബോൾ തിരികെ എറിയാൻ പാടില്ല എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്തവണയും ഞാൻ നെഗറ്റീവ് തന്നെയാണ് തിരിച്ചയക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് നെഗറ്റീവാണ്.
ഞാൻ തിരിച്ചയക്കുന്നതും നെഗറ്റീവ് ആണെങ്കിൽ ഇനി ഭാവിയിൽ എനിക്ക് എന്താണ് കിട്ടുക? വീണ്ടും അതേ നെഗറ്റീവ് ബോൾ തന്നെ എന്നിലേക്ക് തിരികെ വരും. അതിനാൽ നമ്മുടെ മുന്നിൽ ജോലി, ബിസിനസ് എന്നിവയിലെ പ്രശ്നങ്ങൾ വന്നാലും, ആളുകളുടെ മോശമായ പെരുമാറ്റം വന്നാലും, കുടുംബാംഗങ്ങൾ മോശമായി പെരുമാറിയാലും, നമ്മുടെ ആരോഗ്യം മോശമായാലും നമ്മൾ എന്താണ് അവയ്ക്കായി അയക്കേണ്ടത്? ഇവയ്ക്കെല്ലാം നമ്മൾ പോസിറ്റീവായ കർമ്മങ്ങളുടെ ബോൾസ് ആണ് അയക്കേണ്ടത്. ഓൺലി ആൻഡ് ഓൺലി പോസിറ്റീവ് കർമ്മ ബോൾസ്. ഇതിനാലാണ് നമ്മൾ എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രം എല്ലാവർക്കും നൽകണമെന്ന് പറയുന്നത്. എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. എന്താണോ നടക്കേണ്ടത് അതേക്കുറിച്ച് മാത്രം ചിന്തിക്കണം. എന്നാൽ ഇങ്ങനെ തന്നെ നടക്കണമെന്ന് പറയാനും പാടില്ല. മറിച്ച് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ ഇരിക്കുകയാണ്. ആരും വരുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് മാത്രം ആരും വരുന്നില്ല. എൻ്റെ ഷോപ്പിലേക്ക് മാത്രം ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൽ ഇരുന്ന് എന്താണ് ചിന്തിക്കേണ്ടത്? സാധാരണയായി നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? കടയിലേക്ക് ആരും വരുന്നില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇനി ഈ സിറ്റുവേഷനെ ഒന്ന് നോക്കാം. നമ്മൾ കടയിൽ ഇരുന്ന് ചിന്തിക്കുന്നു, ആരും വരുന്നില്ല. എൻ്റെ ഷോപ്പിലേക്ക് ആരും വരുന്നില്ല. മറ്റെല്ലാ കടകളിലേക്കും എല്ലാവരും പോകുന്നുണ്ട്. എൻ്റെ കടയിലേക്ക് ആരും വരുന്നില്ല. ഇപ്പോൾ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഏത് വൈബ്രേഷൻ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവുക? പറയൂ. എങ്ങനത്തെ എനർജിയാണ് ആ ഷോപ്പിനകത്ത് ക്രിയേറ്റ് ആവുന്നുണ്ടാവുക? എൻ്റെ ഷോപ്പിലേക്ക് ആരും വരുന്നില്ല. എൻ്റെ കടയിലേക്ക് ആരും വരുന്നില്ല. ഇങ്ങനെ ഒരു എനർജിയുള്ള ഇടത്തേക്ക് ആരാണ് വരിക? പറയൂ. അതിനുശേഷം ആരാണ് ആ ഷോപ്പിലേക്ക് വരിക? ആരും വരില്ല. കാരണം ആ കടയിൽ അങ്ങനെയുള്ള വൈബ്രേഷനാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ആരും വരുന്നില്ല. ഇങ്ങനെ ഒരു വൈബ്രേഷനാണ് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇനി താങ്കൾ പറയൂ, എങ്ങനെയുള്ള കർമ്മത്തിൻ്റെ ബോളാണ് ഞാൻ എൻ്റെ ഷോപ്പിനകത്തേക്ക് എറിയേണ്ടത്? ഷോപ്പിലേക്ക് ആരും വരുന്നില്ല. ഇപ്പോൾ എന്താണ് പറയേണ്ടത്? വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എൻ്റെ ഷോപ്പിനകത്ത് ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലുമില്ല. അത്രയ്ക്ക് തിരക്കായി മാറി എന്നാണ് പറയേണ്ടത്. തിരക്ക് അത്ര അധികമായിട്ട് എനിക്ക് പോലും ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാതെയായി. അത്രയ്ക്കും തിരക്കായി. താങ്കൾ എത്ര ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നുവോ, എത്ര ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകുന്നുവോ, ആ അനുഗ്രഹങ്ങൾ പഴയ കർമ്മ കണക്കുകളെ സെറ്റിൽഡ് ആക്കും. എന്തെന്നാൽ ആ അനുഗ്രഹങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ കർമ്മങ്ങളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൂർവ്വകർമ്മങ്ങളുടെ ഫലങ്ങളാണ്. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളാണ്. രാജയോഗത്തിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? രാജയോഗത്തിലൂടെ പരമാത്മാവ് നമുക്ക് ഏത് മാർഗമാണ് പറഞ്ഞു തരുന്നത്? എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്താണോ നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ചിന്തിക്കേണ്ടത്. അത് നടക്കുക തന്നെ ചെയ്യും. ഇനി പറയൂ, ഷോപ്പിൽ എത്ര പേർ വന്നു? ഉറക്കെ പറയൂ. അനുഗ്രഹങ്ങളെ വളരെ ഉറക്കെ തന്നെ പറയണം. എൻ്റെ ഷോപ്പിലെ എല്ലാ സാധനങ്ങളും വിറ്റ് തീർന്നു. ഇനി വിൽക്കാനായി ഒന്നും ബാക്കിയില്ല. ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. ജസ്റ്റ് തിങ്ക്, അവർ തോട്ട്സ് മാനിഫെസ്റ്റ്. സങ്കല്പത്തിലൂടെയാണ് സിദ്ധി ലഭിക്കുന്നത്. സങ്കല്പത്തിലൂടെയാണ് സിദ്ധി ഉണ്ടാകുന്നത്. ഇത്തവണ നിങ്ങളുടെ കുട്ടികളുടെ മാർക്കുകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നല്ല മാർക്ക് കിട്ടും. എത്ര നല്ല മാർക്ക് കിട്ടും? അത് പറയൂ. നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും, ഇത്തവണ എന്താകുമോ എന്തോ. ഒന്നും പഠിച്ചിട്ടില്ല, അവൻ്റെ പരീക്ഷ എന്താവും എന്നറിയില്ല. ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ നൽകണം. പരമാത്മാവ് പറയുന്നു, അനുഗ്രഹങ്ങൾ നൽകുകയും അനുഗ്രഹങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ആത്മാവിൻ്റെ ശക്തികളെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്.
അനുഗ്രഹങ്ങൾ എടുക്കുക എന്നാൽ എന്താണ് അർത്ഥം? നമ്മൾ അനുഗ്രഹങ്ങൾ നൽകുന്നു. അതപ്പോൾ ആദ്യം നമുക്ക് തന്നെയാണ് ലഭിക്കുക. ഇതിനെയാണ് അനുഗ്രഹങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? എൻ്റെ ശരീരം പെർഫെക്റ്റ് ആണ്. എന്നാൽ ദിവസം മുഴുവനും എൻ്റെ ശരീരത്തിന് വേദന എടുക്കുന്നു, ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എൻ്റെ ശരീരം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? അതിനാൽ ആളുകൾ പെർഫെക്റ്റ് ആണ്, ശരീരം പെർഫെക്റ്റ് ആണ്, സാഹചര്യങ്ങൾ പെർഫെക്റ്റ് ആണ്, കാലാവസ്ഥ പെർഫെക്റ്റ് ആണ്, ഈ ലോകവും പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയണം. എൻ്റെ വീട് പെർഫെക്റ്റ് ആണ്, എൻ്റെ കുടുംബം പെർഫെക്റ്റ് ആണ്, എല്ലാവരും വളരെ നല്ലതാണ്, എല്ലാവരെക്കുറിച്ചും അവർ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ് എന്ന് മാത്രമേ പറയാവൂ. താങ്കൾ മുഴുവൻ ദിവസവും എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് നിരന്തരമായി വൈബ്രേഷൻ നൽകിക്കൊണ്ടിരിക്കണം. പരമാത്മാവിൻ്റെ ശക്തികൾ 4 വശത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓഫീസിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ അടുക്കളയിൽ, അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വേണം സങ്കല്പിക്കേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. ഇനി നിങ്ങളിൽ ആരൊക്കെയാണ് വീട്ടിൽ സ്വയം പാചകം ചെയ്യാറുള്ളത്? അടുക്കളയിലേക്ക് ചെല്ലുക. അടുക്കളയുടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് താങ്കൾ പാചകം ചെയ്യുകയാണ്. താങ്കൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മനസ്സിലേക്ക് ഒരു ചിത്രം കൊണ്ടുവരണം. പരമാത്മാവിൻ്റെ ശക്തികൾ ആത്മാവായ എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും പരിപ്പിലേക്കും പച്ചക്കറികളിലേക്കും ഗോതമ്പ് പൊടിയിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം പ്രസാദമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഭക്ഷണം കഴിക്കുന്നവരെല്ലാവരും തന്നെ വെറും പരിപ്പോ പച്ചക്കറികളോ മാത്രമല്ല കഴിക്കുന്നത്. അവർ ഈശ്വരീയ ശക്തികളാൽ നിറഞ്ഞ പ്രസാദമാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഒരു ചിത്രത്തെ മുന്നിലേക്ക് കൊണ്ടുവരണം. പരമാത്മാവിൻ്റെ ശക്തികൾ എന്നിലേക്ക് നിന്ന് അവ ഭക്ഷണത്തിലേക്കും നിറയുകയാണ്. ഈ ഭക്ഷണം പ്രസാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഫുഡ് ഇസ് ബിക്കമിങ് പ്രസാദ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ചെയ്യാനാവും? ഇത് അത്രയ്ക്ക് ഈസിയല്ലേ? ഇറ്റ് ഈസ് സോ ഈസി ടു ഡു ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കുകയാണ്. കുട്ടിക്ക് വേണ്ടി എടുത്ത പാല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? പാലെടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒപ്പം കുട്ടിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇവൻ ഒന്നും പഠിച്ചിട്ടില്ല, നാളെ എക്സാമിന് ഇവൻ എന്ത് ചെയ്യും, എന്താവുമോ എന്തോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആ പാല് ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ ചിന്തകളൊക്കെ ആ പാലിൽ കലർന്ന് കഴിഞ്ഞു. കുട്ടിക്ക് അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പോലും പഠിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഭഗവാന്റെ ധാരാളം അനുഗ്രഹങ്ങളും ധാരാളം ശക്തികളും നിറയ്ക്കണം. താങ്കൾ ഭക്ഷണത്തിൽ പരമാത്മാവിൻ്റെ ഓർമ്മയുടെ ശക്തികൾ നിറയ്ക്കുകയാണെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിൻ്റെ മുന്നിൽ പഴയ ഏതെങ്കിലും കർമ്മ കണക്കുകൾ വരികയാണെങ്കിൽ അതുപോലും ഇല്ലാതാകും. അവരുടെ കർമ്മ കണക്കുകൾ പോലും സെറ്റിൽഡ് ആവും. ഒപ്പം അവർക്ക് പുതിയ ശ്രേഷ്ഠ കർമ്മം ചെയ്യാനുള്ള ശക്തിയും ലഭിക്കും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം മൗണ്ട് അബുവിൽ സ്ഥാപിതമായി. അതിനുശേഷം ലോകത്തിൻ്റെ പല കോണുകളിലേക്കും വ്യാപിച്ചു. പിന്നീട് പരമാത്മാവ് വിദേശത്തും സേവനങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ നമ്മുടെ ദാദി ജാനകിജി ലണ്ടനിലേക്ക് പോയി. പുതിയൊരു ഓർഗനൈസേഷൻ. ആരെയും അറിയില്ല. ദാദിക്ക് ഭാഷയും അറിയുമായിരുന്നില്ല. ദാദി ഹിന്ദിയായിരുന്നു സംസാരിച്ചിരുന്നത്. അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ദാദി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സെൻറ്ററിൽ ഇരിക്കുമായിരുന്നു. മുന്നിൽ കാർപ്പറ്റുണ്ട്, പക്ഷേ അതിൽ ആരും ഇരുന്നിരുന്നില്ല. ആ കാർപ്പറ്റിൽ ധാരാളം പൂക്കളുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ സങ്കല്പിക്കാൻ തുടങ്ങി, ഈ ഓരോ പൂക്കളും ഭഗവാന്റെ ഓരോ കുട്ടികളാണ് എന്ന് ഞാൻ സങ്കല്പിച്ചു.
ഞാൻ ആ കാർപ്പറ്റിനെ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എന്നിട്ട് ഇതിൽ ധാരാളം ഭഗവാന്റെ സന്താനങ്ങൾ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. ഇവിടെ ധാരാളം കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ പോലും സ്ഥലമില്ല. അത്രയധികം പേർ ജ്ഞാനം കേൾക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ സങ്കല്പങ്ങളാണ് ദാദി രചിക്കാൻ തുടങ്ങിയത്. ദാദി ജാനകിജി പരമാത്മാവിൻ്റെ ശക്തികളെ അത്രയധികം വ്യാപിപ്പിച്ചു. അതിലൂടെ ആ ലണ്ടൻ സെൻറ്ററിൽ നിന്നും തുടങ്ങി ഇന്ന് ലോകത്തെ 140 ദേശങ്ങളിലായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ വിദേശ സേവനം വ്യാപിച്ചിരിക്കുന്നു. അതിലെല്ലാ ജാതി മത വിശ്വാസങ്ങളിലുള്ള ആളുകളുമുണ്ട്. അവർ വെറുതെ സെൻറ്ററിലേക്ക് വരിക മാത്രമല്ല ചെയ്യുന്നത്. വെറുതെ സെൻറ്ററിലേക്ക് വരുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അവരെല്ലാവരും സെൻറ്ററിലേക്ക് വരികയും പരമാത്മാവിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വളരെ ശുദ്ധവും സാത്വികവുമായ ഒരു ജീവിതശൈലി പിന്തുടരുന്നു. ഇതിനൊപ്പം അവരെല്ലാവരും ദിവസവും സെൻറ്ററിലേക്ക് വന്ന് പരമാത്മാവ് നൽകുന്ന ആത്മീയ ജ്ഞാനം പഠിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ദാദി ജാനകി ആദ്യമായി സെൻറ്റർ ആരംഭിച്ച സമയത്ത് ആരും വന്നിരുന്നില്ല. സങ്കല്പശക്തിയും ഈശ്വരൻ്റെ ഓർമ്മയുടെ ശക്തിയും ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് 140 രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നതോ ഒരു ഓഫീസ് മാനേജ് ചെയ്യുന്നതോ ഒന്നും അത്ര വലിയ കാര്യമല്ല, അല്ലല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിനിടയിൽ നെഗറ്റീവായ ചിന്തകൾ സൃഷ്ടിച്ച് ഇപ്പോഴുള്ള കർമ്മ കണക്കുകളെ കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞതാക്കി മാറ്റരുത്. എല്ലാ കാർമിക് അക്കൗണ്ടുകൾക്കും വേണ്ടി ഒരു കാര്യം തീർച്ചയായും പറയണം. എൻ്റെ പഴയ ഒരു കർമ്മ കണക്ക് സമാപ്തമായി. ദ ഓൾഡ് അക്കൗണ്ട് ഇസ് ഫിനിഷ്ഡ്. നമ്മുടെ പഴയ കർമ്മ കണക്കുകൾക്കും ഇങ്ങനെ ഒരു സങ്കല്പം നൽകണം. എൻ്റെ എല്ലാ പഴയ കർമ്മ കണക്കുകളും സമാപ്തമായി കഴിഞ്ഞു. മൈ പാസ്റ്റ് കാർമിക് അക്കൗണ്ട് ഇസ് ഫിനിഷ്ഡ്. ഫ്രം ടുഡേ ദിസ് ഇസ് മൈ ന്യൂ അക്കൗണ്ട്. എൻ്റെ എല്ലാ പഴയ കർമ്മ കണക്കുകളും സമാപ്തമാവുകയും ഒപ്പം ഇന്നു മുതൽ എൻ്റെ പുതിയൊരു കർമ്മ കണക്ക് ആരംഭിക്കുകയും ചെയ്യുന്നു. പുതിയ കർമ്മ കണക്കുകളിൽ സന്തോഷം, ശക്തി, അനുഗ്രഹങ്ങൾ എന്നിവ മാത്രമാണ് ഉള്ളത്. ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് എൻ്റെ ഇപ്പോഴത്തെ കർമ്മ കണക്കുകൾ. എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുക? എന്താണ് പറയേണ്ടത്? പറയൂ. നാളെ ആരെങ്കിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്താണ് മറുപടി പറയുക? പെർഫെക്റ്റ്, വെരി ഗുഡ്, വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം നന്നായി പോകുന്നു എന്നാണ് പറയേണ്ടത്. പരമാത്മാവ് പറയാറുണ്ട്, താങ്കളുടെ മുഖം കണ്ട് ആർക്കും താങ്കളുടെ വിശേഷങ്ങളൊന്നും ചോദിക്കേണ്ടി വരരുത്. താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ താങ്കളുടെ മുഖത്ത് കാണപ്പെടണം. പുഞ്ചിരി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു മുഖമായിരിക്കണം താങ്കൾക്കുണ്ടായിരിക്കേണ്ടത്. ചിരിച്ച് സന്തോഷമായിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ എന്ത് പറയുന്നു എന്നൊരു ചോദ്യം വരില്ല. എന്നിട്ടും ആരെങ്കിലും താങ്കളോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു, ഒരു മാലാഖയെ പോലെ ജീവിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് കേട്ടാൽ കേൾക്കുന്നവർക്കും സന്തോഷമാകും. അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഇംപ്രൂവ് ആവാൻ തുടങ്ങും. എന്നാൽ ശ്രദ്ധിക്കാതെ മറുപടി പറയുകയാണെങ്കിൽ നമ്മൾ പറയും, എന്തു പറയാനാണ്? ഇന്നത്തെ കാലത്തെ അവസ്ഥ താങ്കൾക്കറിയാമല്ലോ. കോവിഡിന് ശേഷമുള്ള സമയം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കുട്ടികളൊന്നും പഠിക്കുന്നില്ല, എൻ്റെ ആരോഗ്യമാണെങ്കിൽ ആകെ മോശമാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരിക്കലും പറയാനേ പാടില്ല. ഒരിക്കലും പറയരുത്. നമ്മൾ ഇത് വെറുതെ പറയുക മാത്രമല്ല ചെയ്യുന്നത്. അത് പറയുമ്പോഴത്തെ അവസ്ഥയുടെ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം. നമ്മൾ ഒരു കർമ്മത്തിൻ്റെ ബോളാണ് ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ആർ ത്രോയിങ് ദി ബോൾ ഓഫ് കർമ്മ.
അറിയാതെ തെറ്റായ ഒരു വാക്ക് വന്നു പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ അതിനെ ചേഞ്ച് ചെയ്യണം. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. വീട്ടിൽ എത്രയധികം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് മറ്റാരെയെങ്കിലും കേൾപ്പിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. താങ്കളുടെ പ്രോബ്ലത്തിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ കേൾപ്പിക്കുന്നത് കൊണ്ട് മാത്രമേ ഗുണമുള്ളൂ. അല്ലാതെ എല്ലാവരോടും പ്രോബ്ലംസ് പറഞ്ഞു നടക്കുന്നത് കൂടുതൽ കൂടുതൽ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുക മാത്രമാണ് ചെയ്യുക. മറ്റുള്ളവരോട് നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്താൽ കേൾക്കുന്നവരെല്ലാം ആലോചിക്കാൻ തുടങ്ങും. ഓ, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇവരുടെ ബിസിനസ് ശരിക്കും നടക്കുന്നില്ല, ഇവരുടെ ആരോഗ്യം മോശമാണ്. അവർക്ക് നിങ്ങളെ വലിയ കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ താങ്കൾ അവരോട് എന്താണോ പറയുന്നത് അതല്ലേ അവർ താങ്കളെ പറ്റി ചിന്തിക്കുക. ആര് എന്ത് ചോദിച്ചാലും എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് മാത്രമേ പറയാവൂ. ടെൽ ദെം എവ്രിതിങ് ഈസ് പെർഫെക്റ്റ്. ആരെങ്കിലും താങ്കളുടെ ഷോപ്പിലേക്ക് വന്നിട്ട് എന്തു പറ്റി, ആരും ഷോപ്പിൽ വരുന്നില്ലേ, ബിസിനസ് നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇത്രയും സമയം നല്ല തിരക്കായിരുന്നു, എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, താങ്കൾ അതേപ്പറ്റി ടെൻഷൻ ആവണ്ട എന്ന് പറയണം. ഒരിക്കലും നെഗറ്റീവായ ഒരു കാര്യങ്ങളും ആരോടും പറയരുത്. ഡോണ്ട് സേ നെഗറ്റീവ് തിങ്സ് ടു എനിവൺ. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റാരും നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഇട നൽകാനും പാടില്ല. താങ്കളുടെ കുട്ടികൾ താങ്കളെ തീരെ അനുസരിക്കുന്നുണ്ടാവില്ല. എന്നാലും താങ്കളുടെ മക്കൾ എങ്ങനെയാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ അവർ വളരെ അനുസരണശീലമുള്ളവരാണ് എന്ന് മാത്രമേ പറയാവൂ. ദേ ആർ വെരി ഒബീഡിയൻറ്റ്. ഇത്രയും അനുസരണശീലമുള്ള കുട്ടികൾ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല എന്ന് വേണം പറയാൻ. ബ്ലെസ് എവ്രി വൺ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മാത്രം നൽകും. എന്നാൽ കുട്ടികൾ ചെറിയ ചില വികൃതികൾ കാണിച്ചാൽ പോലും നമ്മൾ എല്ലാവരോടും എന്താണ് പറയാറുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. കേൾക്കുന്നവരും ഇതിനൊപ്പം പറയാൻ തുടങ്ങും. ഓ, അവരുടെ കുട്ടികൾ അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അങ്ങനെ കേൾക്കുന്ന 3-4 ആളുകൾ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ എല്ലാം എനർജികൾ ആ ആത്മാവിന് ലഭിക്കാൻ തുടങ്ങുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. തഥാസ്തു. ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി. തോട്ട്സ് ക്രിയേറ്റ് അവർ റിയാലിറ്റി. സങ്കല്പങ്ങളാണ് യാഥാർത്ഥ്യങ്ങളായി മാറുന്നത്. അതിനാൽ വളരെ ശ്രദ്ധയോടെ സങ്കല്പങ്ങളെ അഥവാ ചിന്തകളെ സൃഷ്ടിക്കണം. സങ്കല്പങ്ങളാണ് സത്യമായി മാറുന്നത്. തിങ്ക് കെയർഫുള്ളി, സ്പീക്ക് കെയർഫുള്ളി. ശ്രദ്ധയോടെ ചിന്തിക്കുകയും ശ്രദ്ധയോടെ സംസാരിക്കുകയും വേണം. ആത്മാവാകുന്ന ബാറ്ററിയെ സദാ ചാർജ്ഡ് ആക്കി വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നാളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും താങ്കൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളിൽ എത്ര പേർക്കാണ് നാളെ മുതൽ ഇങ്ങനെ മാത്രം ചിന്തിക്കും, ഇങ്ങനെ മാത്രം സംസാരിക്കും എന്ന് ഉറപ്പുള്ളത്? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ്റെ നടുവിൽ ഇരിക്കുന്നു. കൂട്ടായ്മയുടെ ശക്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുൻപും അറിയാമായിരുന്നു. ഒന്നും പുതിയതല്ല. നമുക്ക് ചെയ്യാനാവുമെന്നും അറിയാം. എന്നാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പോയാലുടൻ നമ്മൾ മറ്റൊരു എൻവയൺമെൻറ്റിലേക്കും വേറൊരു ഭാഷയിലേക്കുമാണ് പോകുന്നത്. എല്ലാം അറിഞ്ഞിട്ടുകൂടി നമ്മൾ മറുവശത്തേക്ക് താനെ പോകാൻ തുടങ്ങും. കൂട്ടായ്മയുടെ ശക്തി എന്നത് പരമാത്മാവിൽ നിന്നും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ശക്തിയാണ്. ദി പവർ ഓഫ് ഗ്യാതറിംഗ്. നമ്മൾ എവിടേക്കെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഭഗവാൻ ഒരു സേവാ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ സേവാ കേന്ദ്രത്തിലും സമർപ്പിത സഹോദരിമാർ നമുക്ക് ജ്ഞാനത്തിൻ്റെ ഓരോ പോയിൻറ്റ്സും പറഞ്ഞു തരാനായി ഉണ്ട്. അവർ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമുക്ക് ആഴത്തിൽ പഠിപ്പിച്ചു തരികയും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു.
ജ്ഞാനത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും നമ്മളെ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നു. ഇതിനാലാണ് നമ്മളെല്ലാവരും ദിവസവും സെൻറ്ററിലേക്ക് ചെല്ലുകയും പഠിക്കുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും ജ്ഞാനത്തിൻ്റെ ശക്തികളെ അവനവൻ്റെ ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുന്നത്. സെൻറ്ററിലേക്ക് വരുന്നവരെല്ലാവരും താങ്കളെപ്പോലെ വീടുകളിൽ തന്നെ താമസിക്കുന്നവരാണ്. അവരെല്ലാം സ്വന്തം കുടുംബത്തെ നോക്കുകയും കുട്ടികളെ ശ്രദ്ധിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തി അവർ സെൻറ്ററിലേക്ക് വരുന്നു. അവർ സ്വന്തം ബാറ്ററി ചാർജ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ എല്ലാവരും ചാർജ്ഡായി നിൽക്കുകയും ചെയ്യുന്നു. ഓരോ വീട്ടിലും ഓരോ ചാർജ്ഡ് ബാറ്ററി മാത്രം ഉണ്ടായാൽ മതി. കുട്ടികൾക്ക് കുറച്ചുകൂടി ശക്തിയുടെ ആവശ്യമുണ്ട് എന്ന് നിങ്ങളിൽ ആർക്കൊക്കെയാണ് തോന്നാറുള്ളത്? തോന്നാറില്ലേ? കുട്ടികളിൽ ശക്തി വളരെ കുറവാണ്, അവരുടെ ശക്തി കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അവർക്ക് ശക്തി നൽകേണ്ടത് ആരാണ്? നിങ്ങൾ അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, ആരോഗ്യവും നൽകുന്നുണ്ട്. ഇനി അവർക്ക് ശക്തി ആരാണ് കൊടുക്കുക? ശക്തികളും താങ്കൾ തന്നെ നൽകേണ്ടതല്ലേ? എന്നാൽ ആന്തരിക ശക്തി ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ശക്തി നിറച്ചു കൊടുക്കേണ്ടി വരും. കോവിഡിന് ശേഷം ഒരുപാട് പേര് ആന്തരികമായി ശക്തിഹീനരായി മാറിയിരിക്കുകയാണെന്ന് ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. തോന്നാറില്ലേ? നിങ്ങളിൽ പലർക്കും മനസ്സിൻ്റെ ശക്തി കുറഞ്ഞു വന്നതായി തോന്നിയിട്ടില്ലേ? ശരീരത്തിൻ്റെ ശക്തിയല്ല, ഇമോഷണലായി ശക്തി കുറഞ്ഞു. മനസ്സിൻ്റെ ശക്തിയാണ് തീരെ കുറഞ്ഞു വന്നിരിക്കുന്നത്. വല്ലാതെ ഭയം തോന്നുന്നു, ചിന്തകൾ വല്ലാതെ അധികമാകുന്നു, എങ്സൈറ്റി അധികമായി, പരിഭ്രമം അധികമാകുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്തെന്നാൽ 2 വർഷത്തെ കോവിഡ് കാലം മുഴുവനും കോടിക്കണക്കിന് ആളുകൾ ഭയവും എങ്സൈറ്റിയും ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് ചുറ്റുമുള്ള വായുവിൽ വ്യാപിച്ചു. നമ്മളൊന്നും ചെയ്തില്ല, എന്നാൽ നമ്മൾ ആ അന്തരീക്ഷത്തിൽ ജീവിച്ചതുകൊണ്ട്, ആ വായുമണ്ഡലത്തിൽ ജീവിച്ചതുകൊണ്ട് നമ്മുടെ ആന്തരിക ശക്തിയും കുറയാൻ തുടങ്ങി. ഇത് ഏറ്റവും അധികം ബാധിച്ചത് കുട്ടികളെയാണ്. ഇനിയും അങ്ങനെ ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ധാരാളം പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിലേക്ക് വരും. കൂടാതെ സാധാരണ ജീവിതത്തിലെ വലുതും ചെറുതുമായ കാര്യങ്ങളും ഉണ്ടാകും. ഇതിലൂടെയെല്ലാം നമ്മുടെ ചുറ്റുമുള്ള വായുമണ്ഡലമാണ് ആകെ മലിനമാകുന്നത്. ഇത് കലിയുഗമാണ്. വൈബ്രേഷൻ പതുക്കെ പതുക്കെ ഡൗൺ ആവാൻ തുടങ്ങുന്ന സമയമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വൈബ്രേഷൻസിനെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? നമ്മൾ നമ്മുടെ വൈബ്രേഷനെ ഹൈ ആക്കണം. ഇതിനായി ഓരോ വീട്ടിലും ഒരു ശക്തി സ്തംഭം തന്നെ വേണം. ശക്തി സ്തംഭം എന്നാൽ വളരെ ചാർജ്ഡായ ഒരു ആത്മാവ് എന്നാണ് അർത്ഥം. ആത്മാവിനെ ചാർജ് ചെയ്യുന്നത് വേറെ ഒരു ആത്മാവല്ല. ആത്മാവ് ചാർജ്ഡ് ആകുന്നത് സർവശക്തിവാനായ പരമാത്മാവിൻ്റെ ശക്തികൾ നിറയുമ്പോഴാണ്. ബ്രഹ്മകുമാരി സെൻറ്ററുകളിൽ അഥവാ സേവാ കേന്ദ്രങ്ങളിൽ നമ്മൾ രാജയോഗ മെഡിറ്റേഷനാണ് പഠിപ്പിക്കുന്നത്. സർവശക്തിവാനായ പരമാത്മാവിൻ്റെ ശക്തികളെ നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിറയ്ക്കാം എന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് ഇത്. നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും ഈ രീതി പഠിക്കാൻ ആരംഭിക്കാം.